വടക്കോട്ട് മഴ പെയ്യും. മഴ മുന്നറിയിപ്പ് അതിരൂക്ഷമാണ്. എം കമൽ ചേരുന്നുണ്ട് പുതിയ കാഴ്ചകളും വിവരങ്ങളുമായി. കമൽ, എന്താണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിലെ ഏതൊക്കെ മേഖലകളിൽ മഴക്കെടുതി രൂക്ഷമായിട്ടുണ്ട്? പ്രജീഷ്, വയനാട്ടിലേക്കുള്ള 3 കവാടങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും ശക്തമായി മഴ പെയ്യുന്നത്. താമരശ്ശേരി ചുരത്തിന് മുകളിൽ വൈത്തിരി, ലക്കിടി പ്രദേശങ്ങളിൽ കനത്ത മഴയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ വൈത്തിരി വട്ടപ്പാറയിൽ 204 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതുപോലെ കുറ്റ്യാടി ചുരത്തിന് മുകളിലുള്ള നിരവിൽപ്പുഴ, കുഞ്ഞോം മേഖലകളിൽ ഏതാണ്ട് 180 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിട്ടുണ്ട്. അതേപോലെ പേരിയ ചുരത്തിന് മുകളിലുള്ള പേരിയ, ഐനിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലും കനത്ത മഴ. ഇങ്ങനെ പടിഞ്ഞാറൻ ചെരുവിൽ മലനിരകളിലാണ് കനത്ത മഴ. മറ്റു പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണ്. ഞാനുള്ളത് പിണങ്ങോട് അടുത്ത പുഴയ്ക്കൽ പന്നിയോറ റോഡിലാണ്. ഈ റോഡ് വെള്ളം കയറി കിടക്കുകയാണ്. ഇതിലൂടെയാണ് ആ ഒരു പോലീസ് വാഹനം പോകുന്ന ദൃശ്യം ഇപ്പോൾ കാണാമെന്ന് ഞാൻ കരുതുന്നു. ആ പോലീസ് വാഹനം കടന്നുപോയത് ഈ റോഡിലൂടെയാണ്. ഏതാണ്ട് ഹെഡ്ലൈറ്റിന് മുകളിൽ വെള്ളത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അവർക്ക് അടിയന്തരമായി അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും റിസ്ക് എടുത്താണ് ആ പോലീസ് വാഹനം ഇതിലൂടെ കടന്നുപോയത്. ആ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. വൈത്തിരിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. വൈത്തിരിയിൽ പെയ്യുന്ന മഴ റോഡ് ഏതാ തോടേതാ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ മനസ്സിലേക്ക് കമലിന് വരുമ്പോൾ എത്രത്തോളം അങ്ങനെയെങ്കിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്? അത് ഇപ്പോഴൊന്നും ഈ മഴയുടെ തോത് ഉയരുകയാണെങ്കിൽ ഇപ്പോഴൊന്നും വെള്ളം കുറയാനുള്ള സാധ്യതയും കാണുന്നില്ലല്ലേ? പ്രജീഷ്, വെള്ളം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഈ റോഡിലേക്ക് കയറണമെങ്കിൽ പുഴയിൽ നിന്ന് അത്രയും വെള്ളം വരണം. ഞാൻ പറഞ്ഞതുപോലെ വൈത്തിരിയിൽ പെയ്ത മഴയാണ് ഇവിടെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. വൈത്തിരിയിൽ നിന്ന് വെള്ളം ഒഴുകി ഈ പിണങ്ങോട് വഴിയാണ് കബനി നദിയിലേക്ക് എത്തുന്നത്. ആ മഴയുടെ വെള്ളമാണ് പിണങ്ങോട്. ഇവിടെ പെയ്യുന്ന മഴയല്ല, വൈത്തിരിയിലെ ശക്തമായ മഴയാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം. ഈ പ്രദേശത്തെ ആളുകളുണ്ട്, പഴയ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ വെള്ളം കയറിയത്? ഇത് രാവിലെ 10 മണി മുതൽ. കാരണം നമ്മൾ എല്ലാ വർഷവും വെള്ളപ്പൊക്കം നമ്മൾ കാണാറുണ്ട്. എല്ലാ വർഷത്തെ വെള്ളപ്പൊക്കം നമുക്ക് ആ പ്രദേശത്തില്ല. 100ഓളം കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് വെള്ളപ്പൊക്കത്തിന് മുമ്പ് അല്ലെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് സജ്ജീകരണങ്ങൾ, അരി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള സമയം ഉണ്ടാവാറുണ്ട്. ഈ വർഷം അതില്ല. രാവിലെ 10 മണി മുതൽ ഏകദേശം പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട്, നമ്മൾ 2018 ഓർമ്മ വരികയാണ്. 2018 ഞങ്ങളെ വീടിന് രാത്രിയിൽ 2 മണിക്കൂർ കൊണ്ടാണ് വീട് എന്ത് ചെയ്യുന്നത്, ഏകദേശം 2-3 മണിക്കൂറാണ് വീട് മൂടുന്നത്. 2018 ഞങ്ങൾ വാഹനം ഇങ്ങോട്ട് കടത്തി തിരിച്ചെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഞാൻ അപ്പോഴേക്ക് വെള്ളം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ആണ് എന്തുള്ളത്. മണിക്കൂറുകൾ നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് വെള്ളം ഇങ്ങനെ പൊന്തി വരികയാണ്. എന്താണ് വൈത്തിരിത്തെ ഒരു മഴന്റെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. വൈത്തിരി അസാധ്യമായ മഴ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈങ്ങാപ്പുഴയിലുള്ള വെള്ളത്തിൻ്റെ ഒക്കെ. പക്ഷേ ഇത് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ പ്രതിഭാസം മുകളിൽ നിന്നാണ് വെള്ളം വരാറ്. ഇതിപ്പോൾ പുഴയിൽ നിന്ന് നേരെ തിരിച്ച് എങ്ങനെ തോടുകളിലേക്ക് എങ്ങനെ ചെറിയ കയറുന്ന ഒരു പ്രതിഭാസമാണ് ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം കയറി നിങ്ങളെ വീടിന്റെ മുന്നിൽ തന്നെയാണല്ലോ? 2018 വീട്ടിൽ നമ്മളെ എല്ലാ വീട്ടിലും വെള്ളം കയറിയതാണ്. ഇതിപ്പോ അതുപോലെയുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ വൈത്തിരി മഴ എന്ന് പറയുമ്പോൾ ഇവിടെ അതിനേക്കാളും കൂടുതൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട്. അത്രയും ഇപ്പം ഇന്നലെ രാത്രിയും ഈ പകലുമായിട്ട് ചെറിയ ഗ്യാപ്പേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ സമയവും മഴ തന്നെയാണ് ഇവിടെ. അതാണ് പ്രജീഷ്, എല്ലാ സ്ഥലത്തും ഇവിടെയും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ വൈത്തിരിയിലെ മലനിരകളിൽ പെയ്യുന്ന മഴയുടെ വെള്ളമാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. വയനാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി. വയനാട്ടിലെ പിണങ്ങോട് ഭാഗത്തെ വെള്ളക്കെട്ടിന്റെ വിവരങ്ങൾ നൽകിയത്. വൈത്തിരിയിൽ പെയ്ത മഴയാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിന് അടിയിൽ തന്നെയാണ്. മഴ ഇങ്ങനെ തോത് ഉയരും തോറും ഈ വെള്ളത്തിന്റെ തോതും അങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം മഴ തോന്നു കഴിഞ്ഞാലും കുറച്ചധികം ദിവസങ്ങൾ വേണ്ടിവരും ഈ വെള്ളം പൂർണ്ണമായും ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങാൻ. മലയോര മേഖലയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്.